ഹൈറിച്ച് ഹെഡ് ഓഫീസ് സീൽ ചെയ്തു. ബഡ്സ് ആക്ട് പ്രകാരം കളക്ടറിന്റെ ഉത്തരവിലാണ് നടപടി. ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സീൽ ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പിൽ ഇ.ഡി. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. വല്ലച്ചിറ പഞ്ചായത്ത് പരിധിയിൽ കലാശ്ശേരിയിലുള്ള ഓഫീസാണ് സീൽ ചെയ്തത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ഇതൊക്കെയാണ്. ആതിര, ഒടുവിൽ ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസിനും പൂട്ട് വീണിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇ.ഡി. പരിശോധിച്ച് വന്നിരുന്ന ഒരു കേസാണിത്. നേരത്തെ ഈ ഉടമകൾ ഒളിവിൽ തന്നെയായിരുന്നു. അതിനുശേഷം മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷിച്ചിരുന്നു. അതൊന്നും തന്നെ കോടതി പരിഗണിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇ.ഡിയുടെ അന്വേഷണം സമഗ്രമായി മുന്നോട്ട് പോകുമ്പോൾ ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസിനും സീൽ ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള കടലാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഈ ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസിനാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ എത്തി സീൽ ചെയ്തത്. ചേർപ്പ് പോലീസിന്റെ നേതൃത്വവും ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇവർക്കെതിരെ ബഡ്സ് ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2300 കോടിയിലധികം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് എന്നാണ് വിവിധ നിക്ഷേപകരിൽ നിന്നും ശേഖരിച്ചത് എന്നാണ് ഇ.ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ വടകര സ്വദേശി നൽകിയ പരാതിയിൽ കോഴിക്കോട് സെഷൻസ് കോടതി ചേർപ്പ് പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ 1630 കോടി രൂപയുടെ ശേഖരണമാണ് ഇവർ നടത്തിയിട്ടുള്ളതെന്നായിരുന്നു. എന്നാൽ അതിൽ ഇരട്ടിയായി 2300-ലധികം കോടി രൂപയുടെ ശേഖരണം നടത്തിയിട്ടുണ്ടെന്നാണ് ഇ.ഡി. സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലും, അതായത് ഈ ഹൈറിച്ച് ഉടമയായിട്ടുള്ള കെ.ഡി. പ്രതാപന്റെയും ശ്രീനയുടെയും വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഓഫീസിലെത്തിയും പരിശോധന നടത്തിയിരുന്നു. 10 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയായിരുന്നു. അതിനൊടുവിലാണ് കൃത്യമായ രേഖകൾ കണ്ടെടുത്ത് ഇവരുടെ മറ്റിടപാടുകളും പരിശോധിച്ചു വരുന്നത്. ബിറ്റ്കോയിൻ ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നിക്ഷേപകരിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ഈ 5 ലക്ഷം രൂപ വീതം ശേഖരിച്ച ഏകദേശം 150 കോടി രൂപ, അതിൽ 100 കോടി രൂപ ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേരിൽ നിന്നാണ് ഇവർ ഈ പണം ശേഖരിച്ചിട്ടുള്ളത്. എന്നാൽ അവർക്കൊക്കെ തന്നെ, ഈ നിക്ഷേപകർക്കൊക്കെ തന്നെ ആത്മവിശ്വാസം നൽകി അവരെ വഞ്ചിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും ഇ.ഡി. പരിശോധനയ്ക്കെത്തിയ സമയം ഇവർ അവിടെ നിന്നും വീട്ടിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഒളിവിലിരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മറ്റ് നടപടികൾ സ്വീകരിച്ചു വന്നത്. അതിലൊന്നും തന്നെ കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അതോടൊപ്പം സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളുമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇതിനെതിരെ പരാതികളുണ്ട്. നേരത്തെയും ഈ ഹൈറിച്ച് ഉടമയായിട്ടുള്ള കെ.ഡി. പ്രതാപൻ നികുതി വെട്ടിച്ച കേസിൽ പ്രതിയായിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ള ആളുകൂടിയാണ് ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോയിരുന്നത്. നിരവധി പേരെയാണ് ഈ ആത്മവിശ്വാസം നൽകി നിക്ഷേപം സ്വീകരിച്ചത്. അതൊക്കെ തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന മറ്റ് ഉൽപ്പന്നങ്ങളുടെ മറവിലായിരുന്നു, ഈ ഓൺലൈൻ ഉൽപ്പന്നങ്ങളുടെ മറവിലായിരുന്നു ഈ ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ നിക്ഷേപകരെ അണിനിരത്തിക്കൊണ്ട് ഈ അന്വേഷണത്തിനെതിരെയും പ്രചരണങ്ങൾക്കെതിരെയും ഒക്കെ വലിയ തരത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഇവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ ഓഫീസ് സീൽ ചെയ്തു എന്ന വാർത്തയാണ് മനോജ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബഡ്സ് ആക്ട് പ്രകാരം കളക്ടറിന്റെ ഉത്തരവിന്മേലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സീൽ ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പിൽ ഇ.ഡി. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. വല്ലച്ചിറ പഞ്ചായത്ത് പരിധിയിൽ കലാശ്ശേരിയിലുള്ള ഓഫീസാണ് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുന്നത്.